ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആള് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് അയാളുടെ ബിസിനസ്സിൽ അല്ല എന്നുള്ളതാണ്. അയാൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അയാളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടങ്ങിയിട്ടുള്ള സംസാരം കൊണ്ടാണ്. ഡബിൾ മീനിങ് സ്റ്റാർ. യെസ്, സോഷ്യൽ മീഡിയ കിങ് ഓഫ് ഡബിൾ മീനിങ്. അതെ, അദ്ദേഹത്തിന്റെ ഏതൊക്കെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും, അതിന് ഇന്റർവ്യൂ ആയാലും അല്ലാതെയുള്ള വ്ളോഗ് പോലത്തെ വീഡിയോസ് ആയാലും, അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിലൊരു വലിയ ശതമാനവും അദ്ദേഹത്തിന്റെ സംസാരം ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് കൂടിയതാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള ഒരു നടി ഹണി റോസ് ആണ്. ഹണി റോസ് ഇതേപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് ഉദ്ഘാടനങ്ങൾക്ക് പോയി ഉദ്ഘാടിച്ചതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത്. അപ്പൊ ഈയിടെ ആയിട്ട് നമ്മളെല്ലാവരും കേട്ടതും അറിഞ്ഞതുമാണ് ഹണി റോസിന്റെ ആ ഒരു ശരീരപ്രകൃതം കണ്ടിട്ട് അദ്ദേഹം കുന്തി ദേവിയെ പോലെയുണ്ട് ഹണി റോസിനെ കാണാൻ എന്ന് പറഞ്ഞത്. ആളുകൾ വളച്ചൊടിച്ചതാണോ, അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊരു ഭാഷയിൽ പൊതിഞ്ഞു പറഞ്ഞതാണോ എന്നുള്ളതിനെ ചൊല്ലി വലിയ ചൂടൻ ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്ത് തന്നെയായാലും ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് ഒരു അഭിമുഖത്തിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് താങ്കൾ എല്ലായ്പ്പോഴും ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ആ നടിയെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞത്, ഞാൻ നടി എന്നല്ലേ അവരെ വിളിച്ചത്, അല്ലാതെ മറിച്ച് വെടി എന്നല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം വാക്കുകൾക്ക് ഇത്തരം അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ പാഠപുസ്തകത്തിലൊന്നും പഠിച്ച അർത്ഥമൊന്നും അതല്ല, വെടി എന്ന വാക്കിന്റെ ആയാലും ഒന്നും അതല്ല അർത്ഥം. അപ്പം അദ്ദേഹം എന്നിട്ടും എന്താ പറയാ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥം പല വാക്കുകൾക്കും കൽപ്പിക്കുന്നവരൊക്കെ തന്നെയാണ്. എന്താ ഈ മലയാള ഭാഷയിൽ ഒന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭാഷയെയും ആളുകളെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത പോലത്തിലേക്ക് മാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ബോച്ച എല്ലാ കാലത്തും ഡബിൾ മീനിങ് കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം ബോച്ചയ്ക്ക് ഒരു ഗോൾഡിന്റെ ബിസിനസ് ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ആ ഒരു ജ്വല്ലറിയുടെ പേരിലൊന്നും അല്ല അദ്ദേഹം കൂടുതലും ഫേമസ് ആയിട്ടുള്ളത്. അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഫേമസ് ആയത് മറ്റേ മറഡോണയുടെ ഫുട്ബോള്, പിന്നെ ഓട്ടം, മാരത്തോൺ ഓട്ടം, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലിയുണ്ട്. ആ ഒരു രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹം ആദ്യകാലങ്ങളിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നത്. അതിനൊരു കാലത്തിന് ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് ഡബിൾ മീനിങ് വാക്കുകൾ കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു സാധനം ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അത് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യും. നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ഇതെല്ലാം എന്റർടൈൻ ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളത്. സോഷ്യൽ മീഡിയ വരുന്ന ട്രോളുകളെല്ലാം ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഈ ട്രോളിനകത്തെല്ലാം ഒരു ഡബിൾ മീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതായിരിക്കും. ഈ സർക്കാസം പോസ്റ്റുകളാണെങ്കിൽ എല്ലാത്തിലും. ഇതിനു വേണ്ടി ബോച്ച ഒരു പ്രത്യേക സാധനം ഇവർക്ക് ഇട്ടു കൊടുത്തിട്ടായിരിക്കും ബോച്ചെ പോകുന്നത്. അത് ബോച്ച പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബോച്ച ഇവര് തന്നെ മാർക്കറ്റിംഗ് ചെയ്യും, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ക്ലിക്കാവും. അതിലൊരു നിശ്ചിത പ്രേക്ഷകർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ എത്ര തന്നെ ഒരു ആധ്യാത്മികമായ രീതിയിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം അതിനകത്ത് ഈ ഒരു സാധനം കൂട്ടി കലർത്തും എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിന്റെ ഈ വീഡിയോന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ആളുകൾ അതിനെ, ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ, അതിനെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആളുകൾ അത് എന്റർടൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തിന്റെ ലക്ഷ്യം നടക്കുന്നു, അദ്ദേഹം കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അദ്ദേഹം ഒരു പോപ്പുലർ മനുഷ്യനായി മാറുന്നു. പക്ഷെ അദ്ദേഹം മാത്രമല്ല ഈ ഒരു സാധനം ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള വലിയ വലിയ മാധ്യമങ്ങൾ വരെ ഈ ഒരു സാധനം ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം പല തമ്പുകളും പല ക്യാപ്ഷനുകളും കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിഭീകരമായിരിക്കും. എല്ലാത്തിനകത്തും ഡബിൾ മീനിങ് കലർത്തിയ തമ്പുകളും ക്യാപ്ഷൻ ആയിരിക്കും. അല്ലാതെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ മനോരമയുടെ ഒക്കെ ചില ആർട്ടിക്കിളിനകത്ത് വരുന്നത്, ഈ നടിക്ക് അത് സംഭവിച്ചു, ഈ നടന്റെ കൂടെ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഇത് വരുന്ന ഈ ക്ലിക്കുകൾക്കൊക്കെ വലിയ പ്രേക്ഷകരാണുള്ളത്. അതിൻ്റെയൊക്കെ കമന്റ് നോക്കിയാൽ ലക്ഷങ്ങളും കോടികളും ആയിരിക്കും കമന്റ് ചെയ്യുന്നത്. കാരണം അത്രയും പേര് ആ സാധനം എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അത്തരം തമ്പുകളും ക്യാപ്ഷനുകളും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൗതുകം ഉണരുന്ന ഒരു പ്രേക്ഷക ജനത ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേക്ഷകർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ അങ്ങനെ കൊടുക്കുന്നത്. അതായത് കറക്റ്റ് നമ്മൾ പറയല്ലോ, കറക്റ്റ് പോയിന്റ് നോക്കി കുത്തുക എന്ന് പറയുന്നത് പോലെ ആളുകളെ മനസ്സിലാക്കിയാണ് അവരത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം പൊതുവേ പണ്ടത്തെ കൂട്ടല്ല, എല്ലാരും പോസ്റ്റ് ഒന്നും കാണാറില്ല. ഇപ്പൊ ഇതുകൂട്ടൊരു സാധനം വന്നു കഴിഞ്ഞാൽ ആളുകൾ ആദ്യമേ ചെല്ലുന്നത് അതിന്റെ കമന്റ് സെക്ഷനിലേക്കാണ്. അതെ അതെ, നമുക്കറിയാം. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ പൊതുവെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് ഒന്നും കാണാൻ നിൽക്കത്തില്ല, ആദ്യം ഞാൻ എന്റെ കമന്റ് എടുത്ത് പോകും.
എന്നിട്ട് താഴോട്ട് വായിച്ചു നോക്കും. ചിലതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചിരിക്കും, ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടോ എന്ന് ആലോചിച്ച് പോകും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എല്ലാം ഓപ്പൺ ആണ്, ആർക്കും എന്തും തുറന്നു പറയാം. അപ്പോൾ പലരും മുഖം മൂടിയിട്ടവരായിരിക്കും. പൊതുസമൂഹത്തിലെ വേറെ രീതിയിൽ ജീവിക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ വേറെ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ കൂടുതലായി ഉള്ളത്. നമ്മൾ തന്നെ ഇതിനു മുൻപ് ചർച്ച ചെയ്തിരുന്നു, ഈ എന്താ പറയാ, ഇദ്ദേഹം ഇപ്പോൾ എന്താ പറയാ ഒരു സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു. അതിനപ്പുറം അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. അതല്ലാതെ ഈ തെറി ഉപയോഗിച്ച് അല്ലെങ്കിൽ ദ്വയാർത്ഥം ഉപയോഗിച്ചുള്ള ഭാഷ വെച്ച് എന്താ പറയാ അവരുടെ മാർക്കറ്റിംഗ് നടത്തുന്നതായിട്ട് പ്രൊഫഷൻ ലീഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊരു മോട്ടിവേഷണൽ സ്പീക്കറെ പറ്റി സംസാരിച്ചത് ഓർക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ സ്പീക്ക് നടത്തുന്നത് ഫുൾ ഓഫ് തെറിയിലൂടെയാണ്. മൂക്കുത്തി എന്ന് പറയുന്ന യൂസർ നെയിമിൽ വീഡിയോസ് ചെയ്യുന്ന ആള്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുറന്നു നോക്കിയാൽ ഒരു വീഡിയോ ഒഴിവില്ലാതെ എല്ലാ വീഡിയോയിലും നല്ല അസല് തെറികൾ വിളിച്ചുകൊണ്ടാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ കരുതും ഇങ്ങനെയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ മോട്ടിവേറ്റഡ് ആവില്ലല്ലോ, ഡീമോട്ടിവേറ്റഡ് ആവുകയല്ലേ ചെയ്യുക, അല്ലെങ്കിൽ ആളുകളുടെ ചിന്ത വേറൊരു രീതിയിൽ മാറിപ്പോവില്ലേ എന്നൊക്കെ കരുതും. നിരാശരായി വരുന്നവർ ഒന്നുകൂടി നിരാശയിലേക്ക് കൂപ്പുത്തില്ലേ എന്ന് കരുതും. അത് വെറുതെയാണ്. ഈ രാഹുൽ പറഞ്ഞ പോലെ അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു പറ്റം ആരാധക വൃന്ദമുണ്ട് അതിന് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതേപോലത്തെ കുറെ പേരുണ്ട് നമുക്ക് കാണാൻ പറ്റും. അല്ല, ഈ ബോച്ചയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിമർശനം വാങ്ങിക്കുന്ന ഒരാളാണ് ബോച്ചെ. കാരണം നമുക്കറിയാം, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിന്റെ ആ ഒരു സംസാര ശൈലി, സ്ത്രീകളെ കളിയാക്കുക, അതിനകത്തെല്ലാം ദ്വയാർത്ഥങ്ങൾ കലർത്തുക, സ്ത്രീകൾ ഒരു സെക്സ് ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം കാണുന്ന രീതിയിൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ഒരുപാട് വിമർശിക്കുന്ന ഒരാളാണ് ബോച്ചെ. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ കൂട്ടം ഫാൻ ബേസ് ഉണ്ട്. അതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എത്രത്തോളം മോശം പറഞ്ഞു കഴിഞ്ഞാലും ആ മോശം പറയുന്നതിന് നമ്മുടെ നാട്ടിലൊരു മാർക്കറ്റ് ഉണ്ട്, ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉണ്ട്. എപ്പോഴും ആളുകൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട് ഇതുകൂട്ടുള്ള ആളുകളെ. അദ്ദേഹത്തിന്റെ വീഡിയോന്റെ കമന്റുകൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിനെ ന്യായീകരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകളെ പോലെ ഇയാള് കക്കാനും കൊല്ലാനും ഒന്നും പോകുന്നില്ലല്ലോ, അയാൾക്ക് സന്തോഷം തോന്നുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ആസ്വദിച്ചാൽ പോരെ, വേണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ. ആളുകൾ അതിനെ നോർമലൈസ് ചെയ്ത് കാണുന്നുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ല, ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബോച്ചിട്ട് ഒരുപാട് ഇന്റർവ്യൂകളുണ്ട്. എന്തിനാണ് അങ്ങനെ ഇങ്ങനെ ഒരാളെ ഇവര് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്? ഇവര് തന്നെയാണ് ഇവരെ ബോച്ചയെ വിമർശിക്കുന്നത്. ഇപ്പൊ പല മാധ്യമങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ബോച്ച് ഭയങ്കരമായ രീതിയിൽ വിമർശിക്കും. പക്ഷേ ഇവര് തന്നെ ആയിരിക്കും ബോച്ചയുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. എന്തിനാ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇവര് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ എടുത്തൂടെ? അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കുക, അദ്ദേഹം അതിന് തക്കതായിട്ടുള്ള മറുപടികൾ ഈ ഇത്തരം ദ്വയാർത്ഥത്തിൽ പൊതിഞ്ഞ് നല്ല അലങ്കരിച്ചു കൊടുക്കും. അപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന മാധ്യമങ്ങൾക്കറിയാം എങ്ങനെ ചോദിച്ചാലാണ് ആളുകൾ കാണുന്നത്, ഇല്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്റർവ്യൂർ ചോദിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ രീതിയിലുള്ള മറുപടി തന്നെയായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വരുന്ന ഇന്റർവ്യൂകളും ഏത് തരത്തിലുള്ളതാണ്? ഇതേ ദ്വയാർത്ഥങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ആ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ മാധ്യമങ്ങളല്ലേ അദ്ദേഹത്തിന് ഈ ഒരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്നത്. അത് അദ്ദേഹം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ആളുകളുടെ ഇടയിൽ എപ്പോഴും കാണത്തുള്ളൂ. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നുമുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി എത്ര ഉണ്ടെങ്കിലും ചിലത് പോസിറ്റീവ് ആക്കാൻ അദ്ദേഹം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫീൽഡ് ഔട്ട് ആവാതെ പിടിച്ചു നിൽക്കാൻ നന്നായിട്ട് അറിയാം. നമ്മൾ പറയല്ലോ, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കുക എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളും. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു മകൻ ഗൾഫിൽ ജയിലിലായ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബോച്ചെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അന്നുണ്ടായിരുന്ന നെഗറ്റീവുകൾ മുഴുവൻ ആ ഒരു ദിവസം കൊണ്ട് ബോച്ച പോസിറ്റീവ് ആക്കി എടുത്തു. എന്ന് കഴിഞ്ഞാലും പിന്നെയും ബോച്ച ഈ ഒരു റിപ്പീറ്റഡായിട്ട് ഈ സാധനം യൂസ് ചെയ്യും. കാരണം എന്താ, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എങ്ങനെ വേണം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ. ഇതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നഷ്ടവും ഉണ്ടാകില്ല. മോശമായി ഇങ്ങനെ പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ജ്വല്ലറികളും എല്ലാ ആളുകൾക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജ്വല്ലറി അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കാൻ ബോച്ചെ, പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതൊരു മോശമായിട്ട് തോന്നാം.
പക്ഷെ ആ മോശമായിട്ടുള്ളതിനെ അദ്ദേഹം പോസിറ്റീവ് ആക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കൃത്യമായി അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണത്. പക്ഷെ എന്തിനായാലും അദ്ദേഹം ഈ സ്ത്രീകളുടെ കാര്യത്തിലേക്ക്, സ്ത്രീകൾ എന്നുള്ളത് വിടാം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ഥാനം കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഞാൻ അങ്ങനെ ഊന്നിപ്പറയില്ല. സ്ത്രീകളായാലും പുരുഷന്മാരായാലും പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം അപമാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആരോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ആ കാര്യത്തിൽ അങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ. കാര്യം അദ്ദേഹത്തിന്റെ ഏതൊക്കെയോ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, ആണുങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാലും അവരോടും ഇതേ അശ്ലീല ചുവ കലർന്ന ഭാഷയിൽ സംസാരിച്ചിട്ട് വരുന്നത്. അല്ലാതെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ എന്താ പറയാ ഉന്നം വെച്ചുകൊണ്ട് മാത്രം അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ആളാന്ന് എനിക്ക് തോന്നിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ നല്ല ഫാക്ടറാന്നല്ല ഞാൻ പറഞ്ഞത്, വോട്ടെവർ. അപ്പം ആരോടായാലും, പുരുഷന്മാരോടായാലും സ്ത്രീകളോടായാലും മാന്യമായ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം സംസാരിക്കണം. അതെ, എല്ലാവർക്കും അദ്ദേഹം വിചാരിക്കുന്ന ഒരു സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതിലെല്ലാവർക്കും അത് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നുമില്ല. സാധാരണ ഇദ്ദേഹം പുരുഷന്മാരോട് ഇത്തരം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരത് ചിരിച്ചെടുക്കും, അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് അതല്ലാതെ വേറൊരു മാർഗം ഇല്ല എന്നുള്ളതാണ്. അതിനോട് പ്രതികരിക്കാൻ പലരും പോവില്ല, പ്രതികരിച്ചാലും അതിന് ഈ പ്രേക്ഷക ശ്രദ്ധ വലുതായി കിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതൊക്കെ ആണുങ്ങളുടെ ഇടയിൽ അതൊക്കെ നോർമൽ ടോക്കല്ലേ, അതിനെന്തത്ര വലിയ ഒഫൻഡഡ് ആവാനുള്ളത് എന്നാണ് ആളുകൾ അതിനെ ട്രീറ്റ് ചെയ്യുക. നേരെ മറിച്ച് ഇദ്ദേഹം അത് ഒരു സ്ത്രീനോട് പറയുമ്പോഴാണ് ഇത്ര വലിയ ചർച്ചയാവുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്, കുന്തി ദേവി എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവരെ നടി എന്നല്ലേ വെടി എന്നല്ലല്ലോ വിളിച്ചതെന്നൊക്കെ അദ്ദേഹത്തിന് എന്താ പറയാ സധൈര്യം പറയാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്, ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാവുക അദ്ദേഹത്തിനായാലും നാട്ടുകാർക്കായാലും. അതിനനുസരിച്ച് എല്ലാവരോടും മാന്യമായും ബഹുമാനമായും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക.